ഇതൊക്കെ ആരാ സാറേ പോലീസിലെടുത്തത്? ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരു 4-5 വയസ്സുള്ള ഒരു കൊച്ച് ഞാൻ വിളിച്ച് മോനിക്ക് വന്നേ, മോൻ ആരെയാ ഇഷ്ടം? മമ്മൂട്ടി അങ്കിളിനെയാണോ മോഹൻലാൽ അങ്കിളിനാണോ? അവൻ ഭയങ്കര അഭിമാനത്തോടെ എണിച്ചിട്ടും സുടേക്ക് പോവുകയാണ്. മുസ്ലിം, ഇന്ത്യൻ മുസ്ലിം, ഹിന്ദു മുസ്ലിം. ഈ വേഷം, ഇതാണ് നിന്റെയൊക്കെ പ്രശ്നം. ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഒരു മുൻവിധി വന്നു പോയാൽ പിന്നെ മുടിഞ്ഞു പോകും ഈ നാട്. തന്തയ്ക്ക് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകളുടെ നാട്. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. തനിക്ക് ഏതവനാണോ ഈ പേരിട്ടു? സാറിന്റെ അച്ഛൻ. താങ്ക് യു ആൻഡ് അപ്പ് യോർ. ഇത്രയും വർഷമായിട്ട് ആ തോക്കെടുക്കാനായിട്ടൊരു പകരക്കാരൻ മലയാള സിനിമയിൽ വന്നിട്ടില്ല. കാക്കിയിട്ടാൽ ആനയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടിയ പോലെ ഇത്ര ഭംഗിയായിട്ട് വേറെ ആള് വന്നിട്ടില്ല. കാക്കിയിട്ടവന്റെ നേരെ കയ്യോങ്ങിയാൽ തനിക്ക് നോവില്ല. കൂട്ടത്തിലോർത്തൻ ചങ്ക് കീറി ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന കണ്ടാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ കൊലയാടി മോന്റെ രോമത്തെ തൊട്ടാൽ തനിക്ക് നോവും. മുഹമ്മദ് സർക്കാർ ഇസ് ഇൻഫ്ലാമബിൾ, ഹൈലി ഇൻഫ്ലാമബിൾ. കോടതിയിൽ ഉമിത്തി പോലെ നീർനീറി കിടക്കുന്ന ചാർജ് ഷീറ്റുകളെ നിങ്ങൾ കണ്ടു കാണുകയുള്ളൂ. പ്രളയാഗ്നി പോലെ ദഹിപ്പിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കണം. എവനെയും കെട്ടിയെടുത്തോണ്ട് ചാക്കോച്ചി തന്റെ ഈ ആണ്ടിപ്പറ്റി വരെ വന്നതേ അത് തിരിച്ചു പോകാൻ തന്നെ. തിരിച്ചു പോകാന്നുള്ള ചങ്കറപ്പുള്ളോണ്ടാ. താൻ ഇപ്പൊ പറഞ്ഞ ഈ ഉമ്മാക്കിയുണ്ടല്ലോ ട്രാൻസ്ഫർ. മൈ രോമം, മൈ ഹെയർ. പുലയാടി മോനെ, ഒരു പറഞ്ഞ കമ്പ്യൂട്ടറിനകത്ത് കോപ്പുണ്ടാക്കി വെച്ച് എന്നെ പൊളന്നളയാന്ന് വിചാരിച്ചോടാ. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ, നല്ല തണ്ടല്ലുള്ളവനാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കടാ എങ്കിൽ തന്നെ ഞാൻ തന്തയ്ക്ക് പറഞ്ഞ മോനെ എന്ന് വിളിക്കും. ഓടാ പരമനാറി. പട്ടി പരമനാറി നായിന്റെ മോനെ. എടാ, നിന്റെ തന്ത ആരായാലും, നിന്റെ തന്തയുടെ തന്ത ഏത് കൊമ്പനായാലും പുന്നക്കാടിന് പുല്ലടാ. എന്നാ പിടിച്ചോ, നിന്റെ ഉമ്മമാനെ കെട്ടിക്കാനുണ്ടാക്കിയ അതിക്കത്തറ്. ഇതിന് തക്കമുള്ള അധികാരമൊക്കെ ആരാ അവന് കൊടുത്തത്? നിന്റെ അമ്മയുടെ നായര്, നിന്റെ അമ്മയുടെ നായര്. Hold your breath. The D-Day is coming. I'm game for another game. Be prepared for that. The real hunt begins. Just remember that. ഇവനെന്താണ് ഇങ്ങനെ? തന്തയ്ക്ക് പറഞ്ഞു. തന്തയ്ക്ക് പറഞ്ഞു.